ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ചിപ്സാണ്. നമ്മൾ ഈ വാഴക്കുലയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാഴ മുറിച്ചങ്ങ് കളയും. ചിലപ്പം ചിലവർ ഇതിൻ്റെ തണ്ടിനകത്തുള്ള സാധനം എടുത്തിട്ട് അത് തോരനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ വാഴത്തണ്ടിൻ്റെ പോള പൊളിച്ചിട്ട് നമ്മൾ സാധാരണ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അത് വേസ്റ്റായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇന്നൊരു അടിപൊളി ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വളരെ സിമ്പിളാണ്, അധികം സാധനങ്ങളൊന്നും വേണ്ട, വളരെ രുചിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മൾ വാഴ മുറിച്ചിട്ടുണ്ട്. അത് മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ അതിനെ നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പോള കൊണ്ടിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണമെങ്കിൽ. അത് നമ്മൾ കുറച്ച് തൊലി 1-2 പോള നമ്മൾ ഇളക്കി കളഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോള ഇതുപോലെ പൊളിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കഷ്ണമാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഇരുവശവും ഇതുപോലെ ചെത്തിക്കളയണം. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള നെറ്റ് പോലെ ഇരിക്കുന്ന വശമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് വേണ്ടത്രയും ചിപ്സിന് ആവശ്യമുള്ളത്രയും നമ്മൾ ഇതുപോലെ മുറിച്ചിട്ട് 2 വശവും ഇതുപോലെ ക്ലിയർ ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചെത്ത് റെഡിയാക്കി എടുത്തിട്ട് ഇത് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇതിനൊന്ന് കഴുകണം. ഉപ്പ് വെള്ളത്തിലാണ് ഇത് കഴുകുന്നത്. എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇത് കുറേ വെച്ച് താമസിപ്പിക്കുക, കറുത്തു പോകും. അപ്പോൾ നമ്മൾ കഴുകിയെടുത്തു. ഇതുപോലെ തട്ടത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ട പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയിലൊന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുന്നു. എന്നിട്ട് എണ്ണയിലേക്ക് ഇടുന്നു. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഇതിപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിനി ഇതിനെ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ബാക്കിയുള്ള നമ്മൾ മുറിച്ച് വെച്ച ചിപ്സ് എല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് മുളക് പൊടിയും അതുപോലെ ചാറ്റ് മസാലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിനി ഫ്രൈ ചെയ്തെടുത്ത ഈ ചിപ്സ് എല്ലാം ഇതിനകത്തേക്ക് ഇടുന്നു. എന്നിട്ടൊരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കുക. അപ്പം നമ്മുടെ ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് ചിപ്സിലേക്ക് പിടിക്കും. ഇത്ര മാത്രം ചെയ്താൽ മതി, നമ്മുടെ ചിപ്സ് റെഡിയായിരിക്കും. കാണുമ്പം നമുക്ക് ആ ഒരു ഇത് തോന്നത്തില്ലെങ്കിലും വളരെ രുചിയാണിത്. നിങ്ങൾ കഴിച്ചു നോക്കുക, ആരോഗ്യത്തിന് നല്ലതാണ്, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഈ സിമ്പിളായിട്ട് ചെയ്യുന്ന ചിപ്സാണിത്. നമ്മൾ കളയുന്ന വാഴത്തണ്ടിൻ്റെ പോള കൊണ്ട് ചെയ്യുന്ന ചിപ്സാണ്.
ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട് നോക്കുക. ഞെക്കി ഉടനെ പൊടിഞ്ഞു വരും. അപ്പം വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. Yummy juice.